നമ്മൾ ദിനേനയായി നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന 5 വക്ത് നമസ്കാരം അള്ളാഹുവിൻ്റെ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മനോഹരമായ ഉദാഹരണത്തിലൂടെ അതിനെ നമുക്ക് കാണിച്ചു തരികയാണ്. അതിനെ ഉദാഹരിച്ചുകൊണ്ട് നമുക്ക് പഠിപ്പിക്കുകയാണ്. അവിടുത്തെ ഒരു ഹദീസുണ്ട്. അൻ ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഥലു സ്വലവാത്തിൽ ഖംസി കമഥലി നഹ്രിൻ ജാരിൻ ഗംറിൻ അലാ ബാബി അഹദിക്കും യഗ്തസിലു മിൻഹു കുല്ല യൗമിൻ 5 മറ. ഓരോ ദിവസവും നിങ്ങൾ 5 തവണ കുളിക്കും. എങ്ങനെ? ഏത് പുഴയിലൂടെ? നിങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുകൂടെ ഒഴുകുന്ന ഒരു പുഴയിലൂടെ, നല്ല ശക്തമായി വെള്ളമൊഴുകുന്ന ഒരു പുഴയിൽ നിങ്ങൾ ഓരോ ദിവസവും 5 പ്രാവശ്യം നിങ്ങൾ കുളിക്കും. അതുപോലെയാണ് നിങ്ങളുടെ 5 വക്ത് നമസ്കാരം എന്ന് മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? നിങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുകൂടെ ഒഴുകുന്ന ഒരു പുഴയിലൂടെ നിങ്ങൾ 5 നേരം, ഒരു ദിവസം 5 നേരം 5 പ്രാവശ്യം നിങ്ങൾ കുളിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിൽ ഒരഴുക്കും ഉണ്ടാവുകയില്ല. ഇമാം നവവി റഹിമഹുല്ല പറയുന്നുണ്ട്, ഒരു അഴുക്കും ഉണ്ടാവുകയില്ല. അത്രമേൽ നിൻ്റെ ശരീരം ശുദ്ധിയായി തീരും. ഒരു മേച്ചമായ ഒന്നും നിൻ്റെ ശരീരത്തിൽ ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെയാണ് 5 വക്ത് നമസ്കാരം. നീ അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിൻ്റെ ദിക്റിലും ഫിക്റിലുമായി കൊണ്ട് നീ 5 വക്ത് നമസ്കാരം നമസ്കരിച്ചാൽ നിൻ്റെ ചെറുപാപങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അതൊക്കെയും തുടച്ചു മായ്ച്ചു കളഞ്ഞു തരുന്നതാണ് എന്ന് മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ 5 വക്ത് നമസ്കാരം അള്ളാഹുവിനെ ആലോചിച്ചുകൊണ്ട്, അള്ളാഹുവിനെ ചിന്തിച്ചുകൊണ്ട് 5 വക്ത് നമസ്കാരം അതിൻ്റെ കൃത്യമായ സമയത്ത് നമസ്കരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.